വളരെ കുറച്ച് സമയം കൊണ്ട് അടിപൊളി ടേസ്റ്റിലൊരു എഗ് റോസ്റ്റ് തയ്യാറാക്കി നോക്കിയാലോ. അതിനുവേണ്ടി കുക്കറിലേക്ക് അല്പം പോലെ എണ്ണ ചേർക്കാതെ 2 സവാള അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മാത്രം വെള്ളം കൂടി ചേർത്തിളക്കിയ ശേഷം 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. അതിനുശേഷം കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു പാൻ വെച്ച് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം 2 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി പൊടികളായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി ആ മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച സവാള മിക്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയും തക്കാളിയും നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടി കുറച്ച് മാത്രം ചൂടുവെള്ളം ചേർത്തിളക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണെന്നേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ. താങ്ക്